ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അതോടൊപ്പം തന്നെ ഇപ്പം 26,000 എത്ര വരെ പോകുന്നു? 23,000 അടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഏകദേശം 23,500 അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ഏകദേശം 10% മുകളിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സമയത്ത് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഷെയറും കൂടിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞ് കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകണതിനപ്പുറത്ത് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പരിശോധിച്ചിട്ട് പോവാം. അപ്പം നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഡെയിലി ചാർട്ടാണ്. investing.comലെ ഡെയിലി ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ നിഫ്റ്റി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കിയേ. നിഫ്റ്റി ഇപ്പോൾ നമ്മുടെ 200 ഡെയിലി കണക്ക് പ്രകാരം 200 മൂവിങ് ആവറേജ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എപ്പോഴും ഈ ഒരു ചാർട്ട് ലോങ് ടൈമിലെ മന്ത്ലി ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ എപ്പോഴും കറക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ കറക്ഷൻ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതുപോലുള്ള വലിയ വലിയ കറക്ഷൻ വന്നപ്പോഴും നമ്മുടെ മാർക്കറ്റ് തന്നെ സംഭവിച്ചേക്കണം. നമ്മുടെ മാർക്കറ്റ് ആ എക്കാലത്തും താഴത്തേക്ക് പോവുകയല്ലേ ചെയ്ത് അവിടെ നിന്ന് കൺസോളിഡേഷൻ ചെയ്ത് നോക്ക്. ഇവിടെ നിന്ന് കൺസോളിഡേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? കുറച്ച് മാസങ്ങളുടെ കൺസോളിഡേഷന് ശേഷം വീണ്ടും പുതിയ ഉയരങ്ങളിൽ കുറിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്, അത് വീണ്ടും കയറി. അപ്പം അതെന്ത് സംഭവിക്കുന്നത്? കുറേ പേരുടെ കയ്യിൽ ലാഭം ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറേ ലാഭം എടുത്ത് മാറി അത് കഴിഞ്ഞിട്ട് പുതിയ പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് പുതിയ ഇടത്തേക്ക് പോകണം. അതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതൊക്കെ ഒരു റയർ കേസുകളാണ് കേട്ടോ. ഈ 2008 കാലഘട്ടത്തിൽ വന്ന 2008 2010 ഇടയിൽ വന്നേക്കണ കാലഘട്ടവും ഈ ഒരു 2020 കാലഘട്ടങ്ങളിൽ വന്നേക്കണ ഈ ഒരു ഇത് വളരെ റെയറായിട്ട് നടക്കുന്ന കേസുകളാണ്. അപ്പോൾ അതുപോലത്തെ കേസുകൾ വന്നാലും നമുക്ക് അത്രയും വലിയ കേസുകൾ വന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് തന്നെ ഇത് കുറച്ച് നാളത്തെ കൺസോളിഡേഷന് ശേഷം പുതിയ ഉയരങ്ങളാണ് കുറിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത്രയും വലിയ സിനാരിയോ വന്നിട്ട് പോലും നമുക്ക് നമ്മുടെ മാർക്കറ്റിന് ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ചെറിയ ഇത്രയും വലിയ എവിടുന്ന മാർക്കറ്റ് 2020 ഏറ്റവും ലോ എന്ന് പറയുമ്പോൾ ഏകദേശം 7,500 ലെവലുകൾ എത്തിയിട്ട് എവിടം വരെ പോയി? 26,000 മുകളിലേക്ക്, ഏകദേശം 26,500 അടുത്തേക്ക് വന്നിട്ടാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഭയങ്കര പേടിക്കേണ്ട ആവശ്യമാണോ? പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ വലിയ കറക്ഷൻസാണ് ഇവിടെ നന്നാക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ലാഭത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് ചെറിയൊരു ലാഭം എടുപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ കണക്ക് കൂട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം FIs വിറ്റ് പോകുന്നു. അപ്പോൾ അതൊരു നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൂടാണ്ട് എന്താ ഈ പോയേക്കണവർ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇതായിട്ട് കറക്റ്റ് വാല്യുവേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അവർ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മാർക്കറ്റ് അപ്പോഴത്തേനും ഓൾറെഡി പുതിയ വരും കുറിച്ചിരിക്കും. കാരണം അതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്കും അല്ലാണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ഇന്ത്യ നല്ലതായിട്ട് വളർച്ചാ സാധ്യതയും കാണിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു വളർച്ച അതിനൊപ്പം തന്നെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ കറക്ഷൻസിൽ നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ നല്ല നല്ല കമ്പനികൾ നോക്കി പഠിച്ചു വെച്ചിട്ട് ആ കമ്പനികൾ തന്നെ വാങ്ങിക്കാനുള്ള അവസരമായിട്ട് വിനിയോഗിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെയിലി ചാർട്ട് എടുത്ത് നോക്കിയേ. ഡെയിലി ചാർട്ടിൽ 200 മൂവിങ് ആവറേജിൽ വന്ന് ഏകദേശം ഒരു സപ്പോർട്ട് എടുത്തേക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കിപ്പോൾ കണ്ടേക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞ ദിവസവും വന്നു ഒരു സപ്പോർട്ട് എടുത്തു, തിരിച്ച് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു. ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേയിലും അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്ത് അവിടെ ഒരു ഡോജി ക്യാനലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച 200 മൂവിങ് ആവറേജിൻ്റെ താഴെ ക്ലോസ് ആവുന്നെങ്കിൽ 200 മൂവിങ് ആവറേജ് ഒരു റെസിസ്റ്റൻസും ആയിരിക്കും. അതിൻ്റെ മുകളിലാവുന്നെങ്കിൽ പിന്നെ ഒരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യാനാണ് ചാൻസ്. താഴത്തേക്ക് പോയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കൂടാണ്ട് ഞാനിവിടെ രണ്ടൊരു ചാനൽ വരച്ചിട്ടുണ്ട് അല്ലേ. അതെങ്ങനെ വന്നേക്കണമെന്ന് നോക്കി. അതാണ് ഇവിടെ വന്നേക്കണ ഒരു ചാനൽ. അപ്പോൾ 2023 12 മാസം മുതൽ 2024 6 മാസം വരെയുള്ളൊരു
കൺസോൾട്ടേഷൻ്റെ ഒരു ചാനലാണത്. ആ ചാനലിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു കുറച്ച് നാളെങ്കിലും ഈ ഒരു ചാനലിലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് വരുമ്പോഴത്തേനും തന്നെ കുറേ പേര് ലാഭം എടുക്കേണ്ടവരൊക്കെ എടുത്ത് മാറിയിട്ട് പിന്നെ കുറേ പേടിയുള്ളവരെയൊക്കെ കുടഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ആയിരിക്കും പിന്നെ പുതിയൊരു മൂവ്മെൻ്റ് വരും. നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും തന്നെ ഭയങ്കര വലിയ വളർച്ചാ സാധ്യതയുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നല്ല നല്ല കമ്പനികളിലെ എപ്പോഴും എന്ത് ചെയ്യും, സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് എപ്പോഴും പേടിപ്പിച്ച് വിറ്റ് മറിച്ചിട്ട് എന്ത് ചെയ്യും, നല്ല വലിയ വലിയ ഫണ്ട് ഹൗസുകളും വലിയ വലിയ ടീമുകളും എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് നല്ല സ്റ്റോക്കുകൾ കിട്ടുന്ന നല്ല സ്റ്റോക്കുകൾ നല്ല വിലയിൽ എത്തിക്കഴിയുമ്പോഴത്തേനും അവർ തന്നെ ഓരോന്ന് വാങ്ങിച്ച് കൂട്ടി അവർ വെക്കും. അത് കഴിഞ്ഞിട്ട് പുതിയ വലിയ റാലി നടത്തുമ്പോഴത്തേനും ആ ഒരു പുതിയ ഓൾ ടൈം ഹൈ എത്തുമ്പോഴത്തേനും അവർ പതുക്കെ എക്സിറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ വലിയ ഫണ്ട് ഹൗസുകളൊക്കെ ചെയ്യുന്ന തന്നെ അവർ കുറേശ്ശെ വാങ്ങിച്ചു കൂട്ടും. എപ്പോഴും അവർ മൊത്തപ്പാടെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം ഇട്ടിട്ട് അങ്ങ് വാങ്ങിക്കുമെന്നല്ല, എപ്പോഴും അവരുടെ കയ്യിൽ റിസർവ് ആണ്. എത്ര താഴത്തേക്ക് പോയാലും അവരുടെ കയ്യിലൊരു ഫണ്ട് ബാക്കി ഉണ്ടായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലാണ് മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ താഴത്തേക്ക് പോയാലും നല്ല കമ്പനി ആണെങ്കിൽ ആവറേജ് ചെയ്യാനുള്ള പൈസ എപ്പോഴും നമ്മുടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടായിരിക്കും ഇതുപോലെയുള്ള വലിയ ഫണ്ട് ഹൗസുകൾ എന്ത് ചെയ്യുള്ളൂ, അവർ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുകയുള്ളൂ. നമ്മളെപ്പോലെയുള്ള റീറ്റെയിലർമാരെന്ത് ചെയ്യും, നമ്മൾ ആ ഏറ്റവും തലപ്പത്ത് എത്തുമ്പോഴത്തേനായിരിക്കും വാങ്ങിക്കാൻ തോന്നുക. ആ സമയത്ത് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. ആ സമയത്ത് നമ്മളെല്ലാം ഇട്ടിട്ട് ചവറ് പോലെ ഇട്ടിട്ട് കിട്ടുന്ന ഏത് കമ്പനി ഫണ്ടമെൻ്റലൊന്നും നോക്കിയല്ല നേരെ പോയി വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് കാശൊക്കെ തീർത്ത് വെക്കും, സീറോ ആക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ ആ സമയത്തായിരിക്കും വലിയ ടീമുകളുടെ പ്രോഫിറ്റ് അങ്ങോട്ട് അവരുടെ വിൽക്കേണ്ട ടാർഗറ്റ് എത്തിക്കഴിയുമ്പോഴത്തേനും അവർ പ്രോഫിറ്റ് നോക്കി നടത്തുന്ന ഷൊറെന്ന് പറഞ്ഞ് താഴത്തേക്ക് പോകും. അപ്പം നമുക്ക് എന്ത് പറ്റും, നമ്മൾ ഈ ഒരു കർഷകം കാണുമ്പോൾ നമ്മൾ ഏറ്റവും തലപ്പത്തല്ലേ വാങ്ങിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, പ്രശ്നത്തിലാവുമ്പോഴത്തേനും ഭയങ്കര പേടിയുള്ളവരെന്ത് ചെയ്യും, ആ ഒരു താഴ്ചയിൽ ഓരോരുത്തരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചങ്ങ് പോകും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ഓരോ വലിയ ഹൈയിലൊക്കെ വാങ്ങിക്കണം, ഈ ഒരു ഇതുപോലെയുള്ള ഓൾ ടൈം ഹൈയിലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷൻ വാങ്ങിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള താഴത്തേക്ക് വരുവാണെങ്കിൽ ആവറേജ് ചെയ്യാൻ പാകത്തിനുള്ള കാശ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം, നീക്കി വെച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ എത്തിയിട്ടുള്ളൂ, പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇനി ഓൾ ടൈം ഹൈയിലാണ് നമ്മൾ വാങ്ങിച്ചത്, ആ കർഷനിലേക്ക് നമ്മുടെ ഒരു കാശില്ല, പക്ഷെ നമുക്കറിയാം ഈ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യും, വളരെ നല്ല ആത്മവിശ്വാസമുണ്ട്, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടൊന്നും വേറെ കുഴപ്പമില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഷെയറിനെ നമ്മൾ കണ്ണടച്ച് അവിടെ അടിയിക്കുക. കണ്ണടച്ച് ആ വളരും എന്നുള്ള കമ്പനിയിലുള്ള വിശ്വാസത്തിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കി മാത്രമേ ഇരിക്കുക. കുറച്ച് കാലത്തെ ഈ ഒരു കർഷന് ശേഷം അടുത്തൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ ഓൾ ടൈം ഹൈ എത്തുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ആ ഒരു റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു കുറച്ച് കാലത്തേക്കുള്ള ഒരു ചെറിയൊരു നഷ്ടം കാണിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും പോയില്ല എന്നും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. ഇനി നമുക്ക് എന്നാ ഇന്നത്തെ ഒരു കമ്പനി നമുക്ക് പരിചയപ്പെടാം. ഇപ്പം ഇത്രയും 26,400 മുകളിൽ നിന്നിരുന്ന ഒരു മാർക്കറ്റ് എന്ത് പറ്റി, 23,500 അടുത്തേക്ക് എത്തി. ഏകദേശം 10% മുകളിൽ വലിയൊരു കറക്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് മാത്രം എല്ലാവരും വിചാരിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങനെ എന്നാൽ മാത്രമാണ് നമുക്ക് പിന്നെ ഒരു ചെറിയൊരു വലിയ ഓട്ടം കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു കിതപ്പ് മാറാനുള്ളൊരു സ്ഥലം, ഒരു ചെറിയൊരു ഇടത്താവളമായിട്ട് മാത്രം എല്ലാവരും വിചാരിച്ചാൽ മതി. കാരണം ഒറ്റയടിക്ക് ഓടി ഒരേ സ്പീഡിൽ ഒരുപാട് ദൂരം ഓടിക്കഴിയുമ്പോഴത്തേനും ആ ഓടുന്ന വ്യക്തിക്ക് എന്ത് പറ്റും, ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ചെറിയൊരു സ്ലോ ആക്കി അവർ ആ ഒരു കിതപ്പൊന്ന് ഇച്ചിരി ഒന്ന് ഒതുങ്ങാൻ വേണ്ടി ഇച്ചിരി ഒന്ന് സ്പീഡ് കുറച്ചിട്ട് എന്തായിട്ടും അവർ ആ ഭയങ്കര കിതപ്പ് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അതിലും വലിയ സ്പീഡിൽ അവർ ഓടി അവരുടെ ടാർഗറ്റ് എത്തി. ആ ഒരു കിതപ്പ് മാറാനുള്ള
ഒരു അവസരമായി, ഒരു സമയമായിട്ട് എല്ലാവരും കരുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കമ്പനിയാണ് ഈ ഒരു ഇത്രയും വലിയ ഒരു കർഷകൻ്റെ സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കമ്പനി ഏതാ? അത് റിലയൻസ് ഇൻഡസ്ട്രി തന്നെയാണ്. എന്തുകൊണ്ടാണിത് ഭയങ്കരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ കേസിൽ ഏറ്റവും നല്ല വെയിറ്റേജ് ഉള്ള കമ്പനി, അതുകൂടാണ്ട് അതിൻ്റെ ബിസിനസ്സും നല്ല വളർച്ചാ സാധ്യതയുള്ള ബിസിനസ്സും. ഇപ്പോഴാണെങ്കിൽ അവർ ഓരോ കാലഘട്ടം കഴിയുന്നവരും എന്ത് പറ്റും, ഡീമർജ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയുള്ള ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി താഴത്തേക്ക് നോക്കി, എനർജിയിലുണ്ട്, പെട്രോ കെമിക്കലിലുണ്ട്, റീറ്റെയിലുണ്ട്, ഡിജിറ്റൽ സർവീസിലുണ്ട്, ന്യൂ എനർജിയിലുണ്ട്, മീഡിയ എൻ്റർടൈൻമെൻറ്റുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലകളൊക്കെ എന്ത് സംഭവിക്കും, ഡീമർജ് ചെയ്ത് വേറെ വേറെ കമ്പനികളാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വളർച്ചാ സാധ്യതയുള്ള, അതിനേക്കാളും വളർച്ചാ സാധ്യതയുള്ള നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം കയ്യിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഒരു ഡീമർജ് നമ്മൾ കണ്ടു, ജിയോ ഫിനാൻഷ്യൽ സർവീസ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനികളും ഡീമർജ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെയും കൂടി ബെനിഫിറ്റ് ഭാവിയിലേക്ക് ലഭിക്കാനുള്ള ചാൻസ് ഈ ഒരു കമ്പനിയിൽ കാണാനുണ്ട്. പിന്നെ ഇനി പെർഫോം ചെയ്യുമ്പോൾ ആദ്യം കയറാൻ പോണ സ്റ്റോക്കുകളിൽ ഒന്നായിരിക്കും ഈ റിലയൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെ കണ്ടേക്കണത്. കാരണം കർഷം കഴിഞ്ഞിട്ട് ആദ്യം മാർക്കറ്റ് തിരിയാൻ തുടങ്ങുന്ന ഒരു മേഖല ഇതുപോലെയുള്ള റിലയൻസ് ഇൻഡസ്ട്രി, HDFC ബാങ്ക്, അങ്ങനെയുള്ള കുറച്ച് വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളായിരിക്കും ആദ്യം. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ഒരു പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കമ്പനി എന്തായിരിക്കും? ഈ റിലയൻസ് ഇൻഡസ്ട്രി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ പിടിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കമ്പനികളും പുറകെ പോരുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ആദ്യം നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റുന്ന ഒരു ചാൻസ് ഉള്ളൊരു കമ്പനിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പം ഇത്രയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റലൊക്കെ എപ്പോഴും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കിക്കഴിഞ്ഞാലോ, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഞാൻ ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം എല്ലാവർക്കും കാണാപ്പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 17 ലക്ഷത്തിന് മുകളിലാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും മാർക്കറ്റ് ക്യാപ്പ് കൂടിയ കമ്പനികളാണ്. ഒരു ഹെവി വെയിറ്റ് സാധനം തന്നെയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസോ 1268, 52 വീക്കിൽ ഹൈ എന്ന് വെച്ചാൽ 1609, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 1168, സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 25.3, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 606, ഡിവിഡൻ്റ് ഉണ്ട്, ROC എന്ന് പറഞ്ഞാൽ 9.61, ROE എന്ന് പറഞ്ഞാൽ 9.25, ഫേസ് വാല്യൂ 10 ആണ്. അതിൻ്റെ മാക്സിമം ചാർട്ട് പാറ്റേൺ നോക്കിയേ, ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണ്. പ്രത്യേകിച്ച് ഇവിടെ മുതൽ അങ്ങോട്ട് നല്ലൊരു എപ്പോഴും ഒരു ഹയർ ഹൈ ഫോർമേഷനാണ്. ഇത്ര നാളും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ട ഒരു ചാർട്ടേ അല്ല പിന്നെ അങ്ങോട്ട് വന്നേക്കണത്, ഒരു നല്ല ചാർട്ടാണ് വന്നേക്കണത്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് താഴത്തേക്കുള്ള നോക്കിക്കഴിയുമ്പോൾ ഇത് സെയിൽസൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പല ഇതിലും കണ്ടിട്ടുള്ള കാരണം ഞാനത് വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഏറ്റവും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസർവൊക്കെ നോക്കിക്കഴിഞ്ഞാലോ, റിസർവ് നോക്കിയേ 8,12,687, കടമാണെങ്കിലോ 3,57,525. അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിക്കഴിഞ്ഞാലോ, ലോങ് ടൈം ബോറോയിങ്സ് 2,03,928, ഷോർട്ട് ടൈം ബോറോയിങ്സ് 1,32,409 കാണുന്നത്. ഇപ്പം ഇത് ഇത്രയും വലിയ റിസർവ് ഉള്ള ഇത്രയും വലിയൊരു കമ്പനീനെ സംബന്ധിച്ച്, റിസർവ് കൂടുതലുള്ള കമ്പനീനെ സംബന്ധിച്ച് അതൊരു വലിയൊരു പേടിക്കേണ്ട ഒരു കടമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാലോ, നേരെ ഇതിൻ്റെ അകത്തെ പ്രൊമോട്ടറുടെ ഷെയർ, പ്രൊമോട്ടർക്ക് 50.24% മുകളിൽ, 50% മുകളിലുണ്ട്. FIS ആണെങ്കിലോ 20.17, DIS ആണെങ്കിലോ 18.24, പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിലോ നോക്കിയേ 11.18 ആണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, FISന് 20ൻ്റെ മുകളിലുണ്ട്, DISനാണെങ്കിലോ അതിൻ്റെ 20ൻ്റെ അടുത്തുണ്ട്, പ്രൊമോട്ടർക്ക് 50ൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ FISനും DISനും ഒക്കെ നല്ല ആത്മവിശ്വാസം ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ, ഈ FIS വിറ്റ് മാറിയ കൂട്ടത്തിൽ ഈ ഒരു സ്റ്റോക്ക് നന്നായിട്ട് വിറ്റ് മാറിയിട്ടുണ്ട്. കാരണം 24 ഉണ്ടായിരുന്നു, കുറഞ്ഞ് ഇപ്പം എത്രയായി, 20 ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ വിൽപ്പനയൊക്കെ കഴിഞ്ഞൊരു മാർക്കറ്റ് ഏകദേശം ഒരു കൺസോളിഡേഷൻ റിവേഴ്സൊക്കെ കാണിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ഇപ്പം തിരിച്ച് ഈ ഒരു 4% അടുത്തേക്ക് തിരിച്ച് വാങ്ങിക്കുവാണെങ്കിൽ മാർക്കറ്റ് എവിടെയായിരിക്കും? തിരിച്ച് മുകളിലേക്ക് തന്നെ ഒരുപാട് റാലി നടത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഡീമർജിനും ഒക്കെ ചാൻസ് കൂടുതലുള്ള സമയമല്ലേ. ഈ വിറ്റ് മാറിയവരൊക്കെ തന്നെയായിരിക്കും ഇനി തിരിച്ച് വാങ്ങിക്കാൻ പോകുന്നത്. വാങ്ങിക്കുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? നല്ല ഭയങ്കര വലിയ റാലി ആയിരിക്കും നടത്താൻ ചാൻസ് ഉള്ളത്. എങ്ങനെ വന്നാലും FISനും DISനും നല്ല വിശ്വാസമുള്ള കമ്പനിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി നമുക്ക് അതിൻ്റെ അത് ചാർട്ട് നോക്കിയേക്കാം. ഇപ്പോൾ ചാർട്ട് നോക്കി ഇവിടെ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാർട്ട് നോക്കി മന്ത്ലി ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഓൾ ടൈം ചാർട്ട് നോക്കി ഇത്ര നാളുള്ള ഒരു ചാർട്ടല്ല ഇവിടെ വന്നിട്ട് 2016 ശേഷം ആ ഒരു ചാർട്ടല്ല പിന്നെ കണ്ടേക്കണത്. പിന്നത്തെ മന്ത്ലി ചാർട്ട് നോക്കി 2016 ശേഷം ഞാൻ ഈ വരച്ചേക്കുന്ന ട്രെൻഡ് ലൈൻ കണ്ട ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്താണ് ഒന്നോ രണ്ടോ തവണ പ്രാവശ്യം മാത്രമേ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാലും എന്താ സംഭവിച്ചേക്കണേ? അതിനേക്കാളും വേഗത്തിൽ ആ ട്രെൻഡ് ലൈനിലെ റെസിസ്റ്റൻസ് മറികടന്ന് പുതിയ ഉയരം കുറിക്കുന്നതാണ് നമ്മൾ കണ്ടേക്കണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു കർഷകൻ മാത്രം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. അത് വേൾഡ് മൊത്തം നടന്നേക്കുന്ന സിനാരിയോ ആയതുകൊണ്ട് നമ്മൾ കണക്കിലെടുത്തിട്ട് കാര്യമില്ല. അതിനെ പ്രതി ഇത് എവിടെയൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിലൊക്കെ എന്ത് സംഭവിച്ചാൽ അതിനേക്കാളും വേഗത്തിൽ അത് റിക്കവറായി പുതിയ ഉയരം കുറിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി അതേ പോയതുപോലെ തന്നെ ആ ഒരു മാസത്തിൽ തന്നെ റിക്കവറായി സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തു, പിന്നെ വലിയ റാലി നടത്തി. അതുപോലെ തന്നെയാണ് ഇപ്പം നിലവിൽ വന്നേക്കണത്. നോക്കി അതേ സപ്പോർട്ട് തന്നെയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് സംഭവിക്കണം? ഇനി വന്ന മാസത്തിൽ ഡിസംബർ മാസമൊക്കെ എത്തുമ്പോഴത്തേനും കൃത്യമായിട്ട് നമുക്കൊരു ഇത് കിട്ടും. എങ്ങനെ വന്നാലും ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാനുള്ള എല്ലാ ചാൻസും എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് തന്നെ നിഫ്റ്റി ആണെങ്കിൽ 236 അടുത്തെത്തിയിരിക്കുന്ന ഏകദേശം ഒരു കർഷൻ്റെ ഒരു കൺസോൾട്ടേഷനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ 2016 മുതലുള്ള ഒരു ട്രെൻഡ് ലൈനിലെ സപ്പോർട്ടിലാണ് റിലയൻസ് ഇൻഡസ്ട്രി ഇരിക്കുന്നത്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ നിഫ്റ്റി 50-ൽ ഏറ്റവും ഹെവി വെയിറ്റ് സാധനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബൗൺസ് കാണാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ താഴത്തേക്ക് പോയാലും ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റിവേഴ്സ് ചെയ്യുമ്പം ഏറ്റവും ആദ്യം പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് വിട്ടേക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമുള്ള സ്റ്റോക്കും കൂടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിയുവാണെങ്കിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് തന്നെ 1303. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ നാളെ ഈ ഒരു 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ചാൻസ് ഉണ്ട്. പിന്നെ ഈ ട്രെൻഡ് ലൈൻ പൊട്ടി താഴത്തേക്ക് പോയി കാണുന്ന സപ്പോർട്ടോ 991 ഏരിയയിലാണ്. 990, 91 ആ ഒരു ഏരിയയിലായിരിക്കും, 1000 ഏരിയയിലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നല്ലതായിട്ട് കുറച്ചാൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ചാൾ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് പോകാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇങ്ങോട്ട് വരാനേ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച്. ഈ ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു ഏരിയ കിടന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്ത് പുതിയ ഉയരം കുറിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയ താമസമൊന്നും ഇല്ലാണ്ട് നടക്കുന്ന കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇത്ര നാളത്തെ ഒരു വലിയ റാലിയുടെ കഴിഞ്ഞിട്ട് ആ ഒരു റാലി നടത്തിയിട്ട് ആ ഒരു കുതിപ്പിന് ശേഷമുള്ളൊരു ചെറിയൊരു ഒരു കിതപ്പ് മാറാൻ വേണ്ടിയുള്ള ഒരു ഇടത്താവളം മാത്രമായിട്ട് ഇത് നമ്മൾ വിചാരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പെർഫോമൻസ് വരുമ്പോഴത്തേനും എന്ത് ചെയ്തിട്ടുള്ളൂ, പുതിയ ഉയരം കുറിക്കുമ്പോൾ നമുക്കും മാർക്കറ്റിൽ ഒരു നല്ല പൊസിഷനിൽ എത്തണമെങ്കിൽ ഇതുപോലെയുള്ള നല്ല സ്റ്റോക്കുകൾ നല്ല അവസരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം അത് കേട്ടിട്ട് എന്നാ ചെയ്യുക, നേരെ ചാടിപ്പോയി അങ്ങ് വാങ്ങിക്കുകയല്ല ചെയ്യേണ്ടത്. അത് നമുക്ക് പറ്റിയ കമ്പനി ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ, സ്വന്തമായിട്ട് മനസ്സിലാവുള്ളൂ.
അപ്പം ഞാനിങ്ങനെയുള്ള ഡീമർജിങ്ങും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസും കമ്പനിയുടെ വളർച്ചാ സാധ്യതയും ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു അടുത്തൊരു 10-15 വർഷം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ആ ഒരു 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 പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണിത്. നിങ്ങൾക്കും അത് വന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ സ്വന്തമായിട്ട് പഠിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കും ആ ഫീലിംഗ് ഒക്കെ വന്നുണ്ടെങ്കിൽ ആണ് ഈ തീരുമാനമൊക്കെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ ഒരാൾ പറഞ്ഞു, അതിൻ്റെ അകത്ത് ഞാനത് വാങ്ങിച്ചു, അത് വാങ്ങിച്ച കാരണമാണ് എനിക്കിപ്പം ഉറക്കം വരുന്നില്ല, ടെൻഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പഠിച്ച് ഈ ഒരു കമ്പനി വളരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ പഠിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.